പാലക്കാട്ടേക്കാണ് പോകേണ്ടത്. ഒരു നന്മയുടെ കഥയിലേക്ക് പോയാലോ? സിനിമ കണ്ട് തിയേറ്ററിൽ നിന്ന് സുഹൃത്തുക്കൾക്കൊപ്പം പുറത്തിറങ്ങുന്നതിനിടെ കളഞ്ഞു കിട്ടിയ ഒരു സ്വർണ്ണാഭരണം, അത് ഉടമയെ കണ്ടെത്തി നൽകിയ ഒരു യുവാവുണ്ട് പാലക്കാട്. നിത്യേന ലഭിക്കുന്ന വരുമാനത്തിൽ ജീവിക്കുമ്പോഴും കളഞ്ഞു കിട്ടിയ സ്വർണം അർഹരിലെത്തിക്കാൻ പ്രയത്നിച്ച പള്ളിക്കുളം സ്വദേശി നൗഫൽ. കാണാം പാലക്കാട് നിന്നുള്ള റിപ്പോർട്ട്. സ്വർണത്തിന് വില ഓരോ ദിവസവും കുതിച്ചുയരുകയാണ്. ഇന്നിപ്പോൾ സ്വർണത്തിന് വില ഏകദേശം 91,000 രൂപ പിന്നിട്ടിരിക്കുന്നു. ഈ സമയത്ത് നമ്മളെല്ലാവരും കരുതുന്നത് ഒരു തരി സ്വർണമെങ്കിലും കയ്യിലുണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരാണ് മലയാളികൾ പലരും. ഈ സമയത്ത് പെട്ടെന്ന് ഒരു സ്വർണത്തിൻ്റെ ഒരു ആഭരണം കളഞ്ഞു കിട്ടിയാൽ ആരാണ് എന്താണ് ചെയ്യുക എന്നുള്ളതെല്ലാം നമുക്ക് ചിന്തിക്കേണ്ട ഒരു സമയമാണ്. ഈ സമയത്താണ് പാലക്കാട് സ്വദേശിയായിട്ടുള്ള ഒരു യുവാവ് വലിയ രീതിയിലൊരു മാതൃകയാവുന്നത്. എനിക്കൊപ്പം ഇപ്പോൾ ആ യുവാവുണ്ട്. പാലക്കാട് പള്ളിക്കുളം ഇരിപ്പക്കാട് സ്വദേശിയായിട്ടുള്ള നൗഫൽ ഇന്നലെ ഒരു സിനിമയ്ക്ക് പോകുന്നു. ആ സിനിമ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നതിനിടയിൽ നൗഫലിന് ഒരു സ്വർണ്ണ ആഭരണം കളഞ്ഞു കിട്ടുന്നു. അതിനുശേഷം ഉണ്ടായത് നൗഫൽ തന്നെ നമ്മളോട് പറയും. ഏത് സിനിമയ്ക്ക് പോയത്? കാന്താര സിനിമയ്ക്ക് ഞാനും എൻ്റെ 2 ഫ്രണ്ട്സും പടത്തിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിനിമയിന് ഒരു 8-8:30 ആകുമ്പോൾ തിരിച്ചിറങ്ങി പുറത്ത് നിന്ന് സംസാരിക്കുമ്പോൾ കറക്റ്റ് ഫ്രണ്ടിലായിട്ട് കാലിൻ്റെ തൊട്ട് കിടക്കുന്നുണ്ടായിരുന്നു സ്വർണം. അപ്പോൾ ഞാൻ കണ്ടത് എടുത്ത് സ്വർണ്ണമെന്ന് വിചാരിച്ചില്ല. കൂട്ടുകാരൊക്കെ സ്വർണ്ണമെന്ന് വിചാരിക്കാട്ടോ ഞങ്ങളത് മൈൻഡ് ചെയ്തില്ല. ഞാനത് പോക്കറ്റിലിട്ട് വീട്ടിൽ പോയിട്ട് ചെക്ക് ചെയ്തപ്പോൾ അതിൽ ഹോൾമാർക്ക് കണ്ടു. നൈറ്റ് ആയതുകൊണ്ട് വീട്ടിൽ പോയി ചെക്ക് ചെയ്തു. അപ്പോൾ വീട്ടിൽ പോയപ്പോൾ അത് കൺഫേം ആയി. ഹോൾമാർക്ക് കണ്ടപ്പോൾ കൺഫേം ആയി. ടൈം ആയില്ല വേണ്ടി രാവിലെ വിളിക്കാൻ വേണ്ടിയിട്ടാണ്, ന്യൂസിൽ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചിട്ട് അവിടെ പരാതി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇരുന്നത്. പരാതി കൊടുത്തു, ആളെ കിട്ടി, അവർ ഹാപ്പിയായി, ഞാനും ഹാപ്പിയായി. പരാതി കൊടുക്കാൻ വേണ്ടി വന്ന അതേ സമയത്ത് തൊട്ടപ്പുറത്ത് ഈ സ്വർണം നഷ്ടപ്പെട്ട ഒരു വേദനയിലൊരു കുടുംബം ഉണ്ടായിരുന്നു. ആ കുടുംബവും നമുക്കൊപ്പം ചേരുന്നുണ്ട്. സന്ദീപ്, വീട് എവിടെയാ? വീട് എടത്തറ സ്വദേശിയായിട്ടുള്ള സന്ദീപും അവരുടെ കുടുംബവും അല്ലേ, വൈഫും ഇന്നലെ സിനിമ കാണാൻ ഇതേ തിയേറ്ററിലേക്ക് എത്തിയിരുന്നു. ആ സമയത്ത് അവർ തിയേറ്ററിൽ നിന്ന് സിനിമ കണ്ട് വീട്ടിലേക്ക് പോയതിനു ശേഷമാണ് ഈ സ്വർണം നഷ്ടപ്പെട്ട വിവരം അറിയുന്നത്. സ്റ്റേഷനിലേക്ക് ഒന്ന് പരാതി കൊടുത്തു. വീട്ടിൽ അപ്പം തന്നെ തിയേറ്ററിൽ പോയി ഞാൻ നോക്കി, തപ്പിപ്പോൾ കണ്ടില്ല. അപ്പോൾ അവിടെ നിന്ന് നേരെ സ്റ്റേഷനിലേക്ക് വന്ന് പരാതിപ്പെട്ടു. അപ്പോൾ അവർ കാലത്ത് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാലത്തൊന്നും കിട്ടില്ല എന്ന് വിചാരിച്ചതായിരുന്നു. പെട്ടെന്ന് കറക്റ്റ് സമയത്ത് എത്തിയതും ഇപ്പോൾ ഹാപ്പിയായി. നൗഫലിൻ്റെ ഒരു ഇടപെടൽ, നൗഫൽ പെട്ടെന്ന് തന്നെ ആ സ്വർണം എടുത്ത് നൗഫലിനെ സ്റ്റേഷനിലേക്ക് എത്തിക്കാനും പരാതി കൊടുക്കാനും ആ ഉടമയെ കണ്ടെത്താനുള്ള ഒരു മോഹം നൗഫലിൻ്റെ ഉള്ളിൽ ഉണ്ടാവുകയായിരുന്നു. ഏതായാലും ഇന്നത്തെ കാലത്തിൽ നൗഫൽ പോലുള്ള യുവാക്കൾ വലിയ രീതിയിലുള്ള മാതൃകയാണ്. കാരണം സ്വർണത്തിനെല്ലാം വില കൂടി പോകുന്ന സമയത്തും കളഞ്ഞു കിട്ടുന്ന ഒരു ആഭരണം, അതിന് എത്ര മൂല്യമുണ്ടെങ്കിലും അതിന് പിന്നിലുള്ള ഒരു ജീവിതം, ആ ജീവിതത്തെക്കുറിച്ച് ആലോചിച്ച് അത് തിരികെ കൊടുക്കാനുള്ള ഒരു മനസ്സ് അത് നൗഫലിനുണ്ടായി. ആ നൗഫലിൻ്റെ മനസ്സുകൊണ്ട് തന്നെ ഇപ്പോൾ ഏതായാലും സന്ദീപ്, എടത്തറ സ്വദേശിയാണ്, സന്ദീപും ആ സന്ദീപിൻ്റെ കുടുംബം ഇപ്പോൾ വലിയ സന്തോഷത്തിലാണ്. നൗഫലിനും സന്ദീപിനും ഒപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ, ഇൻ റിപ്പോർട്ടർ പാലക്കാട്.